മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ. നമുക്കൊരു സെമി സർക്കിളിനെ ബേസ് ചെയ്ത് കുറച്ച് ആംഗിൾസ് ഒക്കെ തന്നിരിക്കുവാണ്. അതിനുശേഷം ആ ആംഗിൾ പ്രോഗ്രഷനിലാണെന്ന്, അരിത്തമാറ്റിക് സീക്വൻസിലാണെന്ന് പറയുന്നു. ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറയുന്നു. വളരെ രസകരമായൊരു ക്വസ്റ്റ്യനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാറിനെ പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ സാർ പെട്ടെന്ന് പറഞ്ഞുതരാം. സി ഇൻ ദ ഫിഗർ, നമുക്കൊരു ഫിഗർ അവർ തന്നിട്ടുണ്ട്. എ ബി ഈസ് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. അപ്പോൾ ചിത്രത്തിൽ അർദ്ധവൃത്തത്തിൻ്റെ വ്യാസം എ ബി ആണ്. നമുക്ക് ആ ചിത്രം നോക്കിയേക്കാം. സി, ഈ ചിത്രത്തിൽ ഈ അർദ്ധവൃത്തമാണ് അല്ലെങ്കിൽ സെമി സർക്കിളാണ്. അതിൻ്റെ ഡയമീറ്റർ എ ബി ആണ്. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് എ ബി എന്നൊരു ഡയമീറ്ററും ഒരു സെമി സർക്കിളും തന്നു. ഇനി നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്? സി, 3 ആംഗിൾസ് എക്സ് വൈ സെഡ് ആർ മാർക്ക്ഡ് ഔട്ട്സൈഡ് ഓൺ ദി സെമി സർക്കിൾ ആൻഡ് ഇൻസൈഡ് ദി സെമി സർക്കിൾ. അതായത് 3 കോണുകൾ എക്സ് വൈ സെഡ് അർദ്ധവൃത്തത്തിൻ്റെ പുറത്തും അകത്തും വൃത്തത്തിലുമായി രേഖപ്പെടുത്തി. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3 കോണുകളുണ്ട്. ഇതേ ഉണ്ടോ? പുറത്തുണ്ട്, സെമി സർക്കിളിൻ്റെ പുറത്തുണ്ട്, അകത്തുണ്ട്, വൃത്തത്തേൽ തന്നെയുണ്ട്. വൈ വൃത്തത്തേലാണ്, ഇസഡ് വൃത്തത്തിൻ്റെ അകത്താണ്, എക്സ് അതിൻ്റെ പുറത്താണ്. ആ സിറ്റുവേഷനാണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദേ, വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് വൈ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വൈയുടെ വില എന്താണ്? നമുക്ക് ആ പിക്ചറിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ വൈയുടെ വില പറയാം. വൈയുടെ വാല്യൂ വൈ ഈസ് ഈക്വൽ ടു 90 എന്ന് പെട്ടെന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഇത് ഡയമീറ്ററാണ് തന്നിട്ടുണ്ട്. എ ബി ഡയമീറ്ററാണ്. ഈ ഡയമീറ്റർ ആർക്കിൽ എവിടെ ആംഗിൾ ഫോം ചെയ്താലും അത് 90 ആണ്. അപ്പോൾ പിന്നെ സംശയമൊന്നുമില്ല, വൈ ഈസ് 90. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സി, ഇഫ് എക്സ് വൈ സെഡ് ആർ ഇൻ അരിത്തമാറ്റിക് സീക്വൻസ് ദെൻ വാട്ട് ഈസ് എക്സ് പ്ലസ് ഇസഡ്? അതായത് എക്സ് വൈ സെഡ് സമാന്തര ശ്രേണിയിലാണെങ്കിൽ എക്സ് പ്ലസ് ഇസഡ് എന്താണ്? ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്കറിയാം എക്സ് പ്ലസ് ഇസഡ്, എക്സും വൈയും ഇസഡുമാണ്. വൈ 90 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് ഇസഡ് എന്താണ്? ഇവർ സമാന്തര ശ്രേണിയിലാണെങ്കിൽ നമുക്കറിയാം 2, 4, 8 ഇവർ സമാന്തര ശ്രേണിയിലാണ്, അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസിലാണ്. കോമൺ ഡിഫറൻസ് അല്ലെ പൊതുവ്യത്യാസം 2 ആണ്. അപ്പം നമുക്കറിയാം ഈ എക്സ് പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ 2 + 8 10 ആണ്. 2 + 8 10 ആണ്. 2, 4, 8 അല്ല, 2, 4, 6 ആണ്. 2, 4, 6 ആണ് അരിത്തമാറ്റിക് സീക്വൻസിൽ വരുന്നത്. അപ്പം നമുക്ക് 2 + 6 എന്ന് പറഞ്ഞാൽ 8 വരും. ആ 8 എന്ന് പറയുന്നത് 4 × 2 ആണല്ലേ. അല്ലെങ്കിൽ നമുക്കിവിടെ പറയാം എക്സ് പ്ലസ് ഇസഡ് എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് ടൈം പ്ലസ് തേർഡ് ടൈം, ഒന്നാം പദം പ്ലസ് മൂന്നാം പദം എന്ന് പറഞ്ഞാൽ 2 × രണ്ടാം പദം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അരിത്തമാറ്റിക് സീക്വൻസിനകത്ത്. അപ്പോൾ എക്സ് പ്ലസ് ഇസഡിൻ്റെ വാല്യൂ 180 ആയിരിക്കും. നമ്മോട് ചോദിച്ചിരിക്കുന്നത് എക്സ് വൈ ഇസഡ് ആർ ഇൻ അരിത്തമാറ്റിക് സീക്വൻസ് ദെൻ വാട്ട് ഈസ് എക്സ് പ്ലസ് ഇസഡ്? അല്ലെങ്കിൽ എക്സ് വൈ ഇസഡ് സമാന്തര ശ്രേണിയിലാണെങ്കിൽ എക്സ് പ്ലസ് ഇസഡിൻ്റെ വില എന്ത്? അപ്പോൾ എക്സ് പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 2y. നമ്മളുടെ ബ്രാക്കറ്റിൽ പറയണം ഇഫ് എ ബി സി ആർ ഇൻ അരിത്തമാറ്റിക് സീക്വൻസ് എ പ്ലസ് സി ഈസ് ഈക്വൽ ടു 2b. അതായത് എ ബി സി എന്നിവ സമാന്തര ശ്രേണിയിലാണെങ്കിൽ എ പ്ലസ് സി ഈസ് ഈക്വൽ ടു 2b ആയിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ദി കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് ഈസ് 50 ദെൻ ഫൈൻഡ് എക്സ് ആൻഡ് ഇസഡ്. അതായത് ശ്രേണിയുടെ പൊതുവ്യത്യാസം 50 ആണെങ്കിൽ എക്സും ഇസഡും കണ്ടുപിടിക്കുക. നമുക്ക് ശ്രേണിയുടെ പൊതുവ്യത്യാസം തന്നിട്ടുണ്ട് 50. അപ്പോൾ എക്സ് വൈ ഇസഡ് പൊതുവ്യത്യാസം അല്ലെ കോമൺ ഡിഫറൻസ് 50 ആണ്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് വൈ 90 തന്നിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ പൊതുവ്യത്യാസം അല്ലെ കോമൺ ഡിഫറൻസ് 50 ആണെങ്കിൽ ഇത് 90 - 50 40 ആയിരിക്കും. ഇസഡ് എന്ന് പറയുമ്പോൾ 90 + 50 90 + 50 ആണ്. അപ്പോൾ 140 ആയിരിക്കും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാറിൻ്റെ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്താൽ സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് മക്കൾക്ക് 1-to-1 ആയിട്ട് ട്യൂഷൻസ് ഉണ്ടാവും.
അതുപോലെ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിലേക്കും സാറിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം, സാറിനെക്കുറിച്ച് പറയണം, അവരോട് സാറിൻ്റെ വീഡിയോ ഒന്ന് കാണാനായിട്ട് പറയണം. നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് കിട്ടാനായിട്ട് സാറിൻ്റെ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് എല്ലാ വീഡിയോസും മക്കൾ ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും.